പുതിയൊരു ഔട്ടിംഗ് വ്ലോഗായിട്ട് വന്നിരിക്കുകയാണ്. അത് ചാച്ചനും കിങ്ങണമ്മയും അനുവും അമ്മമ്മയും മാത്രം, അങ്ങനെ കുറച്ച് പേര് മാത്രമേ പോയിട്ടുള്ളൂ ഈ ഒരു സ്ഥലത്തുണ്ട്. അതെവിടെയാണെന്നറിയോ? നമ്മുടെ സ്വന്തം നെല്ലിയാമ്പതിയിലോട്ടാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ ഞാനും അമ്മയൊക്കെ നോക്കുമ്പോൾ നെല്ലിയാമ്പതി അവിടെ കുറേ പ്രാവശ്യം കുറേ കേട്ടിട്ടുണ്ട്, പക്ഷെ അവിടെ പോയിട്ടില്ല. ഞാനും അമ്മ അവരൊന്നും പോയിട്ടില്ല. പപ്പ നമ്മൾ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് അവിടേക്കാണ് പോണത്. ആ ഒരു സ്ഥലത്തിന് വേറെ പേരും കൂടി ഉണ്ട്, മിനി ഊട്ടി എന്നാണ് അതിന് വേറെ വിളിപ്പേര്. അപ്പോൾ ഇന്നലെ മഴയും കൂടി പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയാം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മഞ്ഞ കാണുന്നത്. അല്ലാണ്ട് മഞ്ഞ കാണുമ്പോൾ സ്നോ വേൾഡിലും സ്നോ സ്റ്റോമിലൊക്കെ പോയപ്പോൾ അന്ന് ടൂർ പോയില്ലേ മഞ്ഞിൽ, അങ്ങനെ അത്ര കണ്ടിട്ടില്ല. അല്ലാണ്ട് ശരിക്കും ചിലപ്പോൾ ഇന്ന് കാണുക, മലയിൽ കാണില്ല. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിനി നമ്മളതേ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരു 6 o'clock 6:30 ഒക്കെ ആകുമ്പോഴേക്കാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ കുറച്ച് ഫോഗൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേ നമ്മൾ പോകുമ്പോഴേക്ക് ഇതേ വെൽക്കം ടു നെല്ലിയാമ്പതി എന്നുള്ള ഒരു പച്ച ബോർഡിൽ എഴുതിയിരിക്കണം, നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ? അപ്പോൾ പപ്പയും അമ്മമ്മയും മമ്മിയും ഒരു വണ്ടിയിൽ, പിന്നെ ഞാനും കുഞ്ഞാറ്റയും അനുവും കിങ്ങിണമ്മയും അച്ചാച്ചനും അമ്മയും ഒരു വണ്ടിയിലായിരുന്നു. മമ്മ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇരുന്നത് തന്നെ. പിന്നെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ തന്നെ കുറച്ച് മങ്കീസിനൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു കാടിനിടുക്കി കൂടെയുള്ളൊരു വഴി കൂടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് പിന്നെ അതിന് ശേഷം പുറത്ത് ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കുറച്ചൊക്കെ നമ്മളുടെ നമ്മൾ ഏറ്റവും മലയിൽ കൂടെയാണല്ലോ പോണത്. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ഡാമും അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചില സ്ഥലത്ത് ഇച്ചിരി വാട്ടർഫോൾസും അതൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെ സ്പീഡിൽ പോണതുകൊണ്ട് അത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാണ് ഇന്ത്യൻ ബൈസൺ എന്ന് പറയുന്നത്. ഞങ്ങൾ ഇത്രയും വലിയ വൈൽഡ് അനിമലിനെ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്തായിട്ട് കാണുന്നത് അല്ലേ? അതെ. അപ്പോൾ അതിന് ശേഷം അത് നമ്മൾ കുറച്ച് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ ഇങ്ങനെ പെട്ടെന്നാണ് അത് വന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത്രയും എടുക്കാനും കിട്ടിയില്ല. അതിന് ശേഷം നമ്മൾ നെല്ലിയാമ്പതി വ്യൂ പോയിൻ്റ് പോയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം നമ്മൾ പിന്നെ പോയത് ഏതൊരു മലയിലായിരുന്നു. അവിടെ പേരൊന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു കാടിനുള്ളിൽ കൂടെ പോയിട്ടുള്ളൊരു മലയായിരുന്നു. കുറേ കല്ലും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ മുകളിലോട്ട് ഹില്ല് പോലെയാണ്, ഇങ്ങനെ മല പോലെയാണ്, കയറുക ഇറങ്ങുക അതുപോലെയായിരുന്നു. അപ്പോൾ ഇവരൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ഞങ്ങളൊക്കെ കയറിപ്പോയി അവിടെ എത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കാൻ നല്ല വ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എന്തൊക്കെയോ ഇങ്ങനെ പോസ്റ്റും പിന്നെ വീടും അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഉച്ചയ്ക്കായിരുന്നു പോയത്, അതുകൊണ്ട് നല്ല സൺലൈറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അതിൻ്റെ അടിയിലോട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും പപ്പയും കുഞ്ഞാറ്റയും ചാച്ചനും മമ്മയും മാത്രം അവിടേക്ക് പോയി. ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അവിടെ നിന്ന് നോക്കുന്ന വ്യൂ ആണ്. പിന്നെ നിങ്ങൾ നേരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ വഴി കൂടെയാണ് ഗൈസ് ഞങ്ങൾ ഇപ്പോൾ കാണിച്ചില്ല, കാട്ടിനിടയ്ക്ക് കൂടെ ഒരു വഴി, അതിൽ കൂടെയാണ് നമ്മൾ വന്നത് ഇങ്ങോട്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ കുറച്ചുകൂടി സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് വണ്ടികളൊക്കെ പോണത് കാണുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ വന്ന വഴിയാണ്. പിന്നെ ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കയറി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗേറ്റ് ഉണ്ട്, അത് ഞാൻ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അതിലിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു ഗൈസ്. പിന്നെ അവിടെ ഒരു കുതിര ഉണ്ടായിരുന്നു, കുതിരയും നല്ല രസമായിരുന്നു. അതിനുശേഷം നമ്മൾ ടീ പ്ലാന്റേഷൻ്റെ സ്ഥലത്താണ്. പിന്നെ ഈ നെല്ലിയാമ്പതിൻ്റെ പകുതി ഭാഗവും AVTൻ്റെ ടീ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയിൽ കൂടെയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒന്നുമല്ല ഗാന്ധിദേവ്. ഞാൻ ശരിക്കും പേടിച്ച് വരച്ചതായിരുന്നു. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പേടിക്കാതെ ബി കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയൊക്കെ ഒതുക്കി. അതിനുശേഷം ഇപ്പോൾ ഈ കാണുന്ന ഇത് കോഫി ബീൻസ് ഉണക്കാനിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ വാക്കിംഗ് ബ്രിഡ്ജിലോട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് തേനീച്ച ഇളകിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സുഗമമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിയിൽ വെള്ളം ഉണ്ടായിരുന്നു, അതിൽ ഞാൻ ഇച്ചിരി നേരം കളിച്ചു. വെള്ളം നല്ല രസമായിരുന്നു, നല്ല തണുപ്പും ഉണ്ടായിരുന്നു.
പിന്നെ ഇച്ചിരി തണുപ്പ് കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അതിൻ്റെ അടിയിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു. അതിൻ്റെ അടിയിൽ നല്ല സൺലൈറ്റും ഉണ്ട്, എന്നാലും നല്ല തണുത്ത വെള്ളം കൂടി. ഞാൻ മുഖമൊക്കെ കഴുകി അതിനുശേഷമാണ് പിന്നെ വന്നത്. നല്ല ഉറക്കമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിശന്നിട്ടാണെന്ന് തോന്നുന്നു. ബിരിയാണിക്കൊക്കെ നല്ല ടേസ്റ്റ്. അതിനുശേഷം ഞങ്ങൾ അങ്ങനെ ഓടാനൊന്നും നിന്നില്ല. ഇച്ചിരി ഹിൽസ് ഉള്ള സ്ഥലത്ത് തന്നെയാണ്, എല്ലാ ആൾക്കാർക്കും അറിയാം. സീതാർകുണ്ടിലോട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെയും ഞങ്ങൾ മറ്റേ കൊടിജാതിര പോലെയായിരുന്നു, ഏകദേശം കുറച്ച്, അല്ലാണ്ട് ഫുൾ അങ്ങനെയല്ല, കുറച്ച്. അപ്പോൾ അതിനുശേഷം നമ്മൾ വ്യൂ പോയിന്റിൽ അവിടെ ഒരു എന്തോ ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ഞങ്ങളൊന്നും വായിച്ചില്ല. അപ്പോൾ അതിനുശേഷം ഇതുണ്ടോ, ഇത് കാണുമ്പോൾ ഇത് നമ്മളുടെ ചുങ്ങമന്നം, നമ്മളുടെ പാലക്കാടിൻ്റെ പകുതി കാണാം, ഈ നെല്ലിയാമ്പതിൻ്റെ ഏരിയാസൊക്കെ കാണാം. അപ്പോൾ അവിടെ നിന്ന് ഇച്ചിരി നോക്കിയാൽ, നമ്മൾ മാപ്പിലടിച്ച് നോക്കിയപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടി കുറേ ദൂരം കൂടി പോയി കഴിഞ്ഞാൽ അപ്പോൾ പപ്പ പറഞ്ഞു, ദേ അച്ചച്ചൻ വന്ന് വണ്ടി കയറുന്നു, ദേ അച്ചച്ചൻ ഗേറ്റിൽ കയറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പിന് അച്ചാച്ചൻ ഉണ്ടായിരുന്നില്ല. അച്ചാച്ചന് ജോലി തിരക്കായതുകൊണ്ട് അച്ചാച്ചൻ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്തു. അപ്പോൾ ഇതാണ് ഫേമസ് ആയിട്ടുള്ള ട്രീ സീതാർകുണ്ടത്തെ. അവിടെ വെച്ച് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. അതിന് ശേഷം റോഡിൽ ഫുള്ള് കുരങ്ങന്മാർ. അതിനുശേഷം നമ്മൾ വാമല ഹിൽസിലോട്ടാണ് പോയത്. എല്ലാവർക്കും അറിയാലോ, ഹൃദയം അതൊക്കെ എടുത്ത സ്ഥലമാണ്. ഹൃദയം മൂവി ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ ഞാൻ ഉറങ്ങി ഗൈസ്. നെല്ലിയാമ്പതിന് മറ്റേ ടീ പ്ലാന്റേഷനില്ലേ, അവിടെ തന്നെ ഞാൻ കുറച്ച് ഉറങ്ങി. പിന്നെ ഇറങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചിക്കൻ ബിരിയാണി തട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ കയറിയില്ല. പക്ഷേ മമ്മിയും അമ്മമ്മയും സദ്യയായിരുന്നു കഴിച്ചത്, അതുകൊണ്ട് കയറായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ.